അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിവസവും വിഫലം. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കരയിൽ ലോറിയില്ലെന്ന് ഉറപ്പിച്ചതോടെ ഗംഗാവലിപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള തെരച്ചിൽ നടക്കുക. KB ശ്രീധരനും രാഹുൽ KBയും വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്രീധരനിലേക്കാണ്. ശ്രീധരൻ, 7 ദിവസമായി നമ്മളൊക്കെയും കാത്തിരിപ്പിലാണ്. ഇന്നിപ്പോൾ 7ാം ദിവസത്തെ തെരച്ചിൽ നേരത്തെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നേരത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത്? നാളെ എപ്പോൾ ദൗത്യം പുനരാരംഭിക്കും? ആരൊക്കെ ഈ സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമാകും? നാളെ ഏതൊക്കെ സേനാ വിഭാഗങ്ങൾ? നാളെ ആരൊക്കെ ഈ ഓപ്പറേഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സൈന്യം നാളെ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതികരണം MLA ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ സൈന്യത്തിന് അങ്ങനെ വിട്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഏതായാലും പുഴയിൽ തന്നെ ഈ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും എല്ലാവരും, പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ വാർത്ത ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും പുഴയ്ക്കുള്ളിൽ നിന്നൊരു സിഗ്നൽ ഉണ്ടോ എന്ന് സംശയം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സിഗ്നൽ പുഴയ്ക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ആ മൺകൂന നിൽക്കുന്ന ആ ഭാഗത്താണ് വെള്ളത്തിനടിയിൽ നമുക്ക് ഇപ്പോൾ ഒരു ലോഹഭാഗത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വരുന്നത് അക്ഷയ. ഏതായാലും ഈ മൺകൂനയ്ക്ക് 40 മീറ്റർ അടുത്താണ് ഇതിന്റെ സാന്നിധ്യം നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയുള്ളൂ. ഏതായാലും സേനാ വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം കിട്ടിയിരിക്കുന്നു. ഇതൊരു പുതിയ വാർത്തയാണ് അക്ഷയ. പുഴയ്ക്കുള്ളിൽ വീണ്ടും ഒരു സിഗ്നൽ കിട്ടിയ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതായത് നമ്മളെല്ലാം സംശയിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയും ഒക്കെ തിരച്ചിൽ നടത്തിയ ആ മൺകൂനയ്ക്ക് 40 മീറ്റർ അടുത്ത് പുതിയ ഒരു സിഗ്നൽ നാവികസേനയുടെ റഡാറിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അത് ഇത് തന്നെയാണ്. സിഗ്നൽ ലഭിച്ച ഒരു സാഹചര്യത്തിൽ വീണ്ടും തെരച്ചിൽ നടത്തും, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഇനി തുടർ നടപടി ഉണ്ടാവുമോ? ഇനി തിരച്ചിലൊന്നുമില്ല. ഇന്നത്തെ തിരച്ചിൽ ഏതാണ്ട് 6 മണിയോട് കൂടി തന്നെ നിർത്തിയിട്ടുണ്ട്. നാളെ രാവിലെ പുഴയിൽ തന്നെയായിരിക്കും തിരച്ചിൽ ഉണ്ടാവുക. ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെ തിരച്ചിൽ നാളെ നടക്കും. ഏതായാലും ഇതൊരു നിർണായക വിവരം തന്നെയാണ്. ഏറ്റവും വലിയൊരു പ്രശ്നം ശക്തമായ ഒഴുക്ക് ഭാഗത്തുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം KB രാഹുൽ ഉണ്ട്. രാഹുൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മോട് പങ്കുവെക്കും. ഒരു നിമിഷം. അതായത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്നത് എന്നാൽ ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുക ഇതൊരു സംശയം മാത്രമാണ് എന്നതാണ്. അതായത് ഈ മണ്ണിടിഞ്ഞ് വന്ന സ്ഥലത്ത് നിന്ന് 40 മീറ്റർ അകലെയായി പുഴയിൽ ഈ വിധത്തിലൊരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 8 മീറ്റർ താഴ്ചയിലാണ് ഈ ഒരു സംശയാസ്പദമായ സിഗ്നൽ കിട്ടിയിട്ടുള്ളത് എന്നതുകൂടിയാണ്. എന്തായാലും നാളെ മുതൽ ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ NDRFും അതുപോലെ നാവികസേനയും ഈ ഭാഗത്തൂടിയൊക്കെ പലതവണ സഞ്ചരിച്ച് നോക്കിയ ആ ഒരു പരിശോധനയ്ക്കൊടുവിലാണ് ഈ വിധത്തിൽ സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. എങ്കിൽ തന്നെ ഇത് വാഹനമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, സംശയം മാത്രമാണ്. നേരത്തെ ഈ മണ്ണിനടിയിൽ നിന്നൊക്കെ പലതവണ സിഗ്നലുകൾ കിട്ടിയിരുന്നു. മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ പക്ഷേ അത് പാറക്കെട്ടുകളൊക്കെയാണ് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്, പുതിയ അപ്ഡേഷനായി നൽകാൻ കഴിയുന്നത്, മറ്റൊരു സിഗ്നൽ വെള്ളത്തിനടിയിൽ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഈ മണ്ണ് ഇടിഞ്ഞു വീണ സ്ഥലത്ത് നിന്ന് 40 മീറ്റർ അകലെയായി 8 മീറ്റർ താഴ്ചയിലായി ഒരു സിഗ്നൽ കൂടി കിട്ടി എന്നുള്ളതാണ്. ഇനി എന്തായാലും ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെ കഴിവതും വളരെ പെട്ടെന്ന് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടത്തുക എന്നാണ് രക്ഷാ സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയാണ് ഇപ്പോൾ ശിരൂരിൽ നിന്ന്. രാഹുലും ശ്രീധരനും റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ദൗത്യസംഘത്തിൽ നമുക്ക് ലഭ്യമായ വിവരമാണ്. മറ്റൊരു സിഗ്നൽ ഇപ്പോഴത്തെ പുഴയിൽ നിന്നൊരു സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ്. കരയിൽ എവിടെയും ഇനി തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല, അർജുനെയും ലോറിയെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച് പറയുന്നതിന് പിന്നാലെയാണ് ഗംഗാവലി പുഴയിലേക്ക് ആ തെരച്ചിൽ വ്യാപിപ്പിച്ചത്. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദൗത്യസംഘത്തിന് പുഴയിൽ ഒരു സിഗ്നൽ ഉള്ളതായി മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മണ്ണിടിഞ്ഞെടുത്ത് 40 മീറ്റർ അകലെ 8 അടി താഴ്ചയിലേക്ക് ആയിട്ടാണ് ഈ ഒരു സിഗ്നൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആ മൺകൂനയ്ക്ക് ഭാഗമായിട്ട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നാളത്തെ തെരച്ചിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ അങ്കോലയിൽ നിന്നും രാഹുലും ശ്രീധരനും റിപ്പോർട്ട് ചെയ്യുന്നത്.